ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യയിലുള്ള ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പാനിക് ആയിട്ടുള്ള ഒരു മാസമാണ്. അത് ബിറ്റ് കോയിന്റെ പ്രൈസ് ഇടിയോ അല്ലെങ്കിൽ എത്തീരിയത്തിന്റെ പ്രൈസ് കയറുമോ അതുകൊണ്ടല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ അവിടെ തന്നെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണ്. കാരണം കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അന്ന് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള വെസിറക്സിൽ 234 മില്യന്റെ ഹാക്ക് സംഭവിച്ചത്. അതിന്റെ നിന്ന് നമ്മൾ ഇന്നും റിക്കവർ ആയിട്ടില്ല. ഇപ്പോഴും അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തട്ടി വെളുപ്പിച്ച് അങ്ങനെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ച് ഈ വാക്സിറക്സിന്റെ ഹാക്ക് നടന്നതിന് ശേഷം മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ഹാക്ക് ചെയ്യപ്പെട്ടു പല രീതിയിലും. അതിന്റെയൊക്കെ ഫണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ആൾക്കാർക്ക് തിരിച്ചു കിട്ടി. പക്ഷേ വാക്സിറക്സിന്റെ മാത്രമാണ് പ്രശ്നം വന്നത്. അപ്പം അതിൽ നിന്ന് ഇനി റിക്കവർ ആവാതിരിക്കുന്ന ഒരാൾ വെസറക്സ് ഹാക്ക് ആയതോടുകൂടി ഒന്നാം സ്ഥാനത്തേക്ക് കയറി കോയിൻ D6. എന്റെ ഒരു അഭിപ്രായത്തിൽ കോയിൻ D6 ആണ് കുറച്ചും കൂടി നല്ല രീതിയിൽ വോളിയം എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ. ഇപ്പം 2 ദിവസം മുമ്പ് ഇന്നലെ വന്ന ന്യൂസ്, ഇന്നലെ വന്നതാണ് കോയിൻ D6ൽ 44 മില്യൺ ഹാക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല, ആ ഹാക്ക് സംഭവിച്ചതിനേക്കാളും ഏറ്റവും കൺസേൺ ആയി കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ 17 മണിക്കൂർ മുമ്പ് ഹാക്ക് സംഭവിച്ചിട്ടും കോയിൻ D6ൽ നിന്ന് ഒരു ഒഫീഷ്യൽ ഇമെയിലോ അല്ലെങ്കിൽ ഒരു സംഭവമോ വന്നില്ല എന്നുള്ളതാണ് കൺസേണിംഗ് ആയി കാണിക്കുന്നത്. ഈ ഒരു ഹാക്ക് സംഭവിച്ചു എന്ന് കമ്മ്യൂണിറ്റി അറിഞ്ഞതിന് ശേഷം അവരുടെ CEO തന്നെ സുമിത് ഗുപ്ത തന്നെ വന്നിട്ട് പറഞ്ഞിരുന്നു, യൂസേഴ്സിന്റെ ഫണ്ടൊന്നും എഫക്റ്റഡ് അല്ല, ലിക്വിഡിറ്റി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാലറ്റ് ആണ് ഡ്രെയിൻ ചെയ്തേക്കുന്നത്. 44 മില്യൺ ആണ് ട്രഷറിയിൽ നിന്നുള്ള ഫണ്ട്. അവരുടെ ബാലൻസ് ഇപ്പം വെസിറക്സിനകത്തും ഇതുപോലെ ബാലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും ഇവർ കൊടുത്തിട്ടില്ല. അത് ഉണ്ടോ എന്നാണ് ഇപ്പോൾ അറിയില്ല. ചുമ്മാ പേപ്പറിനകത്ത് പ്രൂഫ് ഓഫ് റിസർവ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഫണ്ട് കൊടുത്തിട്ടില്ല. യൂസേഴ്സിന്റെ ഫണ്ടാണ് വെസിറക്സ് എടുത്തിട്ടായിരുന്നത്. കോയിൻ D6 പറഞ്ഞാൽ അവരുടെ ട്രഷറിയിലുള്ള ഫണ്ട് എടുത്തിട്ട് തന്നെ ഈ വാലറ്റിന്റെ സംഭവം വരും, പക്ഷേ യൂസേഴ്സിന്റെ ഫണ്ടൊന്നും എഫക്റ്റഡ് അല്ല എന്ന് പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. പക്ഷേ കമ്മ്യൂണിറ്റിയുടെ കൺസേൺ എന്താ വെച്ചാൽ, ഈ ഒരു ഹാക്ക് നടന്നു, അപ്പം യൂസേഴ്സിന്റെ ഫണ്ട് എഫക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, അപ്പം ഇത് ഇങ്ങനത്തെ ഹാക്ക് നടന്നു, 44 മില്യൺ നടന്നിട്ടുണ്ട്, പക്ഷേ യൂസേഴ്സിന്റെ ഫണ്ട് സേഫ് ആണെന്ന് പണ്ട് ഇവർക്ക് ഒരു ഇമെയിലോ എന്തെങ്കിലും അയക്കായിരുന്നു. അത് ചെയ്തില്ല. അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് അത് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് മേ ബി അത് പറഞ്ഞപ്പം യൂസേഴ്സ് കൂടുതൽ പാനിക് ആവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അത് ആരാണോ ആ ബുദ്ധി പറഞ്ഞു കൊടുത്തത്, അങ്ങനെ പറഞ്ഞരുത് എന്ന് പറഞ്ഞ് ബുദ്ധി പറഞ്ഞു കൊടുത്തവർക്ക് എന്തായാലും ബുദ്ധി ഇല്ല എന്ന് എനിക്ക് വേണം പറയാം, ആരുടെയായാലും. ബിക്കോസ് അങ്ങനെ പറയാതെ എന്തായാലും ഈ ഹാക്ക് ഉള്ളത് എത്രയും ആൾക്കാർ എക്സ്പേർട്ടുകൾ ഉണ്ട് ക്രിപ്റ്റോയിൽ. എന്തൊക്കെ സംഭവിക്കുന്നു, ഓരോ വെയിൽസിന്റെ സംഭവങ്ങളും അനലൈസ് ചെയ്യുന്ന ഓരോ ആൾക്കാരുണ്ട്. സോ ഒരു സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, എന്തായാലും അത് പുറത്ത് അറിയും, കമ്മ്യൂണിറ്റി അറിയും എന്നുള്ള കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ടാവണം. അതിപ്പോൾ ആരാണത് പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയി തോന്നിയേക്കുന്നത് എനിക്ക്. കാരണം അവരങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, യൂസേഴ്സിന്റെ ഫണ്ട് എഫക്ട് ഇല്ല പറഞ്ഞാൽ പിന്നെയും ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവും അവിടെ, ട്രാൻസ്പെറൻസി എന്നുള്ള സംഭവത്തിൽ. പക്ഷേ സാക് എക്സ്ബിറ്റി, നമുക്കറിയാം വെസിറക്സിന്റെ ഹാക്ക് ഇതുപോലെ റിവീൽ ചെയ്തിട്ടുള്ള സാക് എക്സ്ബിറ്റി കുറേ കഷ്ടപ്പെട്ടിട്ടാണെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് ഈ വാലറ്റിന്റെ നെയിം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പല രീതിയിലും ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചിട്ട് അവസാനം കോയിൻ D6 അഡ്രസ് ആണെന്ന് മനസ്സിലായി റിവീൽ ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ മെയിലും നോട്ടിഫിക്കേഷൻസും വീഡിയോ കോൾസ് ഒക്കെ കോയിൻ D6 ഭാഗത്തുണ്ടായത്. അത് ഒരു കൺസേണിംഗ് ആയിട്ട് യൂസേഴ്സ് പറയുന്നുണ്ട്. അപ്പം അത് സത്യം തന്നെയാണ്, യൂസേഴ്സിന്റെ ഭാഗത്ത് കൺസേണിംഗ് ആണ്. ഇപ്പം ഒരിക്കലും യൂസേഴ്സിന്റെ ഫണ്ട് എഫക്റ്റഡ് അല്ലാന്ന് ഇവർക്ക് ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മതിയായിരുന്നു, ഒരു സംഭവം സംഭവിച്ചു, പക്ഷേ എല്ലാവരുടെ ഫണ്ട് സേഫ് ആണ്, ഞങ്ങൾ ട്രഷറിയിൽ നിന്ന് ഫണ്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ അവിടെ സംഭവം തീർന്നു, വലിയ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകും. എന്തായാലും ഇപ്പത്തുണ്ടാവുന്ന പ്രശ്നത്തിൽ അത്ര ഉണ്ടാവില്ലായിരുന്നു. അതെന്താ സംഭവം പോയി, അത് പോട്ടെ. അപ്പം അതൊരു കൺസേണിംഗ് ഫാക്ടർ തന്നെയാണ്. അപ്പം ഇതും ജൂലൈയിൽ തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫണ്ട് അവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഓരോ ജൂലൈ കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പം കുറേ പേര് ഹാർഡ്വെയർ വാലറ്റ്സ് പറയുന്നുണ്ട്, കുറേ പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്ര പേരൊരു ക്രിപ്റ്റോയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് അത് ഫണ്ട് മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല. ലൈക്ക് ഓൾമോസ്റ്റ് ഉണ്ടാവും, ഞാൻ ജനറലൈസ് ചെയ്യല്ല. എന്നാലും ഒരു മേ ബി ഒരു വൺ ഇയർ അല്ലെങ്കിൽ 2 ഇയറിലൊക്കെ നല്ല ബുൾ റൺ വരികയാണെങ്കിൽ ഇതൊക്കെ പ്രോഫിറ്റ് ആക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഹാർഡ്വെയർ വാലറ്റ്സ് ഒന്നും വാങ്ങാതിരിക്കുന്നുണ്ടാവുക. സോ അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ വാലറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഹാർഡ്വെയർ വാലറ്റ് യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ മൊത്തം ഫണ്ട് എടുക്കുന്നല്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു 10%, 20% അപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടും അതിൻ്റെ കൂടെ കുറച്ച് പ്രോഫിറ്റ് ഞാൻ എടുക്കും. ബാക്കിയുള്ളതേ ഞാൻ അവിടെ വെക്കുന്നുണ്ടാവുള്ളൂ. അതിപ്പം ഹാർഡ്വെയർ വാലറ്റിന്റെ ആവശ്യമുണ്ടെന്ന് അറിയില്ല. മാത്രമല്ല ഞാൻ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നിൽ മാത്രം വലിയ, ഇപ്പം എൻ്റെ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കും. 1 ലക്ഷം രൂപ ഞാൻ ഒരു ടോക്കണിലായിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ 1 ലക്ഷം രൂപ ഞാൻ 2, 3, 4 ടോക്കണിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതും ഓരോ പ്ലാറ്റ്ഫോമിനകത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഡൈവേഴ്സിഫൈ യുവർ പോർട്ട്ഫോളിയോ, ഡൈവേഴ്സിഫൈ ഇൻ ഡിഫറെന്റ് എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മാക്സിമം പ്ലാൻ ചെയ്തേക്കുന്നത്. മാത്രമല്ല, സോഫ്റ്റ്വെയർ വാലറ്റ്സ് അത്ര സേഫ് അല്ലെന്ന് ആൾക്കാർ പറയും. ബട്ട് സോഫ്റ്റ്വെയർ വാലറ്റ്സിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹാക്ക് എന്ന് വെച്ചാൽ ട്രസ്റ്റ് വാലറ്റ് പോലുള്ള വാലറ്റ് തന്നെയാണ്. നമുക്കറിയാം സോഫ്റ്റ്വെയർ വാലറ്റിലൊക്കെ എങ്ങനെയാണ്, നമ്മൾ ഒരുപാട് ഡിജിറ്റൽ സംഭവങ്ങൾ നടക്കുകയാണ്. എല്ലാവരും ഇൻസ്റ്റാഗ്രാം, മറ്റു സംഭവങ്ങളും ടെലിഗ്രാം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലാണ് ഫിഷിംഗ് ലിങ്ക്സ് നമുക്കറിയില്ല. നമ്മൾ അറിയാണ്ട് പോലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ ഫോണിന്റെ ട്രാക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ട്രസ്റ്റ് വാലറ്റ് പോലെ ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം ഫ്രൈസസ് ഉണ്ടാവില്ലേ, ഒരു പേപ്പറിനകത്ത് എഴുതിയാലും ബുക്കിനകത്ത് എഴുതി മാറ്റി വയ്ക്കും. ഫണ്ട് അതിനകത്ത് ആഡ് ചെയ്യും. അത് ആ സെക്കൻഡിൽ തന്നെ ആഡ് ചെയ്യും. അതിനുശേഷം ഞാൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാണ്. ഇതുകൊണ്ട് സക്സസ് ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റഡ് അല്ല, ഇന്റർനെറ്റുമായിട്ട് ഈ വാലറ്റ് കണക്റ്റഡ് അല്ല. ഈവൻ ദോ ഇറ്റ് ഈസ് ദർ. ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റിനകത്തൊക്കെ എന്തെങ്കിലും റീച്ച് വരികയാണെങ്കിൽ, അങ്ങനത്തെ വരികയാണെങ്കിൽ അത് നമ്മുടെ ഫണ്ടും പോവുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ആ ഒരു ഓപ്ഷനാണ് പിന്നെ ഉള്ളത്. അത് ഉണ്ടായി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹെൽപ്ലെസ് ആണ്.
അത് നമ്മൾ മുഖാന്തരം നമ്മുടെ വാലറ്റ് ഹാക്ക് ആവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ യൂഷ്വലി ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നുണ്ട്, ഫോൺ കണക്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഫോണിൽ ആ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പ്രശ്നമായിരിക്കും. ഇനിയിപ്പോൾ ഒരു വാലറ്റ് വെക്കുകയാണെങ്കിൽ മേ ബി വേറെ ഏതെങ്കിലും ഞാൻ ഫണ്ട് യൂസ് ചെയ്ത ഏതെങ്കിലും വാലറ്റ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഫുൾ അങ്ങനെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയല്ല. ഒരു 3-4 മാസം കൂടുമ്പോൾ ജസ്റ്റ് വീണ്ടും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഈ ഫേസ് അടിച്ചിട്ട് വാല്യൂ ഒക്കെ നോക്കുക. ചുമ്മാ ഡോർമെന്റ് അല്ലാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഡോർമെന്റ് ഉദ്ദേശം ട്രാൻസാക്ഷൻ നടക്കില്ല, ജസ്റ്റ് വാല്യൂവിന് വേണ്ടി. അതിനുശേഷം വീണ്ടും ചെയ്തു. ഇപ്പം സക്സസ് റേറ്റ് ഉണ്ടോ പക്ഷേ സക്സസ് റേറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസാണ് ഞാൻ ചെയ്യുന്നത്. മീൻസ് സോഫ്റ്റ്വെയർ വാലറ്റ്, ഹാർഡ്വെയർ വാലറ്റ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചിനകത്ത് കുറച്ച് ഫണ്ട് ഉണ്ട്. വെസിറക്സിനകത്ത് ഹാക്ക് ആയപ്പോൾ എനിക്ക് വലിയ രീതിയിൽ എഫക്ട് ആയില്ല, ബിക്കോസ് എൻ്റെ അധികം ഫണ്ട് അതിൽ. ഇപ്പം CoinD6 അതുപോലെ ഹാക്ക് ആയതെങ്കിൽ എൻ്റെ അത്യാവശ്യം കുറച്ച് ഫണ്ട്സ് അതിനകത്ത് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് എഫക്ട് ആകുമായിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി ആ സംഭവം സംഭവിച്ചില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഒന്നാമത് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് കഷ്ടം തന്നെയാണ് ഈ ഒരു ഹാക്ക്. ഇന്ത്യൻ ടോപ്പ് എക്സ്ചേഞ്ചിലൊക്കെ ഇങ്ങനെ ഒരു ഹാക്ക് സംഭവിക്കുന്നതിൻ്റെ ഒപ്പം അത് സർവൈവ് ചെയ്താൽ മാത്രം പോരാ, ഗവൺമെന്റ് കൊണ്ടുവരുന്ന ടാക്സും മറ്റുള്ള സംഭവങ്ങളും അതും നമ്മൾ സർവൈവ് ചെയ്യണം. സോ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ബിക്കം എൻ ഇന്ത്യൻ ക്രിപ്റ്റോ ഇൻവെസ്റ്റർ, ബീങ് ആൻ ക്രിപ്റ്റോ ഇന്ത്യൻ ഇൻവെസ്റ്റർ എന്ന് വേണേൽ പറയാം. അപ്പം ഇതാണ് ഹാക്ക് സംഭവിച്ചു, ഈ ഒരു സംഭവമാണ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഹാക്ക് സംഭവിച്ചത്. പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഇല്ല എന്നും അവർ പറയുന്നുണ്ട്. ട്രാൻസ്പെറൻസിയുടെ കേസാണ് അവർക്ക് തന്നെ പ്രശ്നമായിട്ട് വന്നത്. ഇപ്പം മൊത്തം കമ്മ്യൂണിറ്റിക്കകത്ത് പാനിക് ആവാനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഞാൻ പേഴ്സണലി ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്യാറില്ല. ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ വേണ്ടി, ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും വേറെ ഒന്നും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരു കൈൻഡ് ഓഫ് ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ഇന്നേ വരെ ഫ്യൂച്ചേഴ്സ് ട്രൈ ചെയ്തില്ലേ. ഫസ്റ്റ് ഞാൻ ബൈനാൻസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ബൈനാൻസും ചെയ്യുന്നില്ല. ബിക്കോസ് ബൈനാൻസിനകത്തും കുറെ ADL റേഷ്യോ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അതിനകത്തും കുറെ GST സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ടാക്സ് കിട്ടില്ല ITR ഒക്കെ ഫയൽ ചെയ്യുന്ന ഒരാളിൻ്റെയാണ്, അതല്ല ഞാൻ പറയണേ. അപ്പോൾ നമുക്ക് ഫ്യൂച്ചേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറെ ടോക്കൺസ് വേണം, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതിന് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന 2 എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ഒന്ന് MEX യൂസ് ചെയ്യാറുണ്ട്, പിന്നെ CoinX യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും ഒരു പ്രൊമോഷൻ ഒന്നും അല്ല, ഞാൻ രണ്ടും പേഴ്സണലി യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് എക്സ്ചേഞ്ചസ് ആണ്, പ്ലാറ്റ്ഫോംസ് ആണ്, ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്, നോൺ KYC. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് അക്കൗണ്ട് കൊടുക്കാം, താഴെ ലിങ്ക് കൊടുക്കാം. ഇത് രണ്ട് നോൺ KYC ആണ്, GST സംഭവങ്ങളില്ല. ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം ഹോൾഡിംഗ് അല്ല, ട്രേഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം. ചെറിയ ഫണ്ട് ഇട്ട് പല ടോക്കൺസ് അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പം അത് ജസ്റ്റ് പേഴ്സണൽ സജഷൻ മാത്രമാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ട്രേഡ്, കംപ്ലീറ്റ്ലി അപ് ടു യു. ഇഫ് യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഓൺ ടു ഹോൾഡ്, പ്രിഫർ എനി ഹാർഡ്വെയർ വാലറ്റ്. ഞാൻ ഹാർഡ്വെയർ വാലറ്റ് യൂസ് ചെയ്യുന്നില്ല, ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വാലറ്റ് സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറച്ച് സ്വാഭാവികമായിട്ട് എക്സ്ചേഞ്ചിനകത്തും ഹോൾഡ് ചെയ്യുന്നുണ്ട്. മേ ബി കുറച്ച് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ, മേ ബി ഇപ്പം ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം 25 രൂപയ്ക്ക് കഴിഞ്ഞാൽ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വാലറ്റിനകത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കില്ല. ഏതൊരു എക്സ്ചേഞ്ചിനകത്ത് വലിയൊരു എമൗണ്ട് ഇല്ല എന്നുള്ള എക്സ്ചേഞ്ചിനകത്ത് തന്നെ കീപ്പ് ചെയ്ത് ഞാൻ സെല് ചെയ്യാൻ ചെയ്യാറ്. അപ്പം അതൊക്കെ റിസ്ക് ആണോ ചോദിച്ചാൽ റിസ്ക് ആണ്, ഡെഫിനറ്റ്ലി റിസ്ക് ആണ്. അറ്റ് ദ സെയിം ടൈം പോയാലും അത്രേ പോകുള്ളൂ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. സോഫ്റ്റ്വെയർ അതിനകത്ത് കുറച്ചുണ്ട്. എല്ലാ എക്സ്ചേഞ്ചിനകത്തും ഫണ്ട് പോയാൽ നഷ്ടപ്പെടുന്ന ഫണ്ടൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ്. കുഴപ്പമില്ലാതെ പോകണമെന്ന് പറയാം. ഹോപ്പ്ഫുള്ളി ഇതായിരിക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈവൻ മെറ്റാമാസ്ക് ഒക്കെ ലാപ്പിൽ കണ്ടിട്ട് കുറച്ച് ഹാക്കൊക്കെ സംഭവിച്ചിരിക്കും. അതിൻ്റെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കുറച്ച് ടോക്കൺസ് ഓൾറെഡി ഹാക്ക് ആയി പോയിരുന്നു എന്നുള്ളത്. അപ്പം അത് ഇതേപോലെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തുകൊണ്ടൊക്കെയാണ്. അപ്പം ഈ ഒരു സ്ട്രാറ്റജി എൻ്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ്, ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഹാക്ക് എന്താണ്, ഫർദർ അപ്ഡേറ്റ്സ് എന്താണെന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം എന്താണ് ഇവർ പറയുന്നത്. എനിവേ യൂസേഴ്സിന് ഫണ്ടൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന് വീണ്ടും വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇമെയിൽ വന്നിട്ടുണ്ടാവും. ഹോപ്പ്ഫുള്ളി അവർ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി സെക്യൂർ ആക്കട്ടെ, നമ്മുടെ എല്ലാം ഫണ്ട് ഈസി ആവട്ടെ എന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ. ബൈ ബൈ.